നാരായണിച്ചപ്പ വന്നേ അതെയാ തരച്ചോ ഞാനെനിക്ക് മുട്ടക്ക് പോയതാണ് എന്തെങ്കിലും ആവശ്യമുണ്ടല്ലോ പിന്നെ ലേശം സോപ്പും പിന്നെ ഉള്ളി തക്കാളിയെല്ലാം വാങ്ങി എന്തിന് അത്ര എന്ത് വിലയാണ് 100 ഉറുപ്പ്യക്ക് 4 സാധനം കിട്ടി ഭയങ്കര വിലയാണ് ഞാൻ ചായ വെക്കട്ടെ എന്താ കാണുകാരാണ് എത്ര നാളായി കണ്ടിട്ട് എവിടെയാ വീട് നിങ്ങള് എന്തൊരു കട്ടാൻ ഇതുകൊണ്ട് വരാനായില്ലേ ഇനിയിപ്പോ നിങ്ങൾക്ക് തൊഴിലുറപ്പിന് പോവാൻ വയ്യ ഇത് ലോകൽ അറിയപ്പെടാനായിന് എന്നാ കഥ എന്നാ ഈ കാണുന്നത് ഇതിലെന്താ നമ്മളൊന്നും ഓർമ്മയിലുണ്ടോ ഇങ്ങനത്തെ ഒരു അവസ്ഥ മറ്റു കർക്കടമാസം ഒരു മഴ ഒരു വെയിലും അല്ലേ അല്ലാണ്ട് എന്തൊരവസ്ഥയായത് മറ്റേ കർക്കടോ 7-ാം നാളും പോളൂ 16-ാം നാളും പോളൂ 28-ാം നാളും പോളൂ അങ്ങനെയുള്ള 3 പിന്നെ സമയത്താണ് പണ്ട് പക്ഷെ ഇപ്പം പിന്നെ ഇപ്പൊ അങ്ങനെ ഇല്ല പക്ഷെ അതിനെല്ലാം കൂടി ഇതൊരു ലോകൽ അറിയപ്പെടാനായി എല്ലാരും വെള്ളം തന്നെയല്ലേ ഇപ്പൊ നമ്മളെ റോഡ് കാണുന്നില്ലേ ആ റോഡുമ്മിൽ എത്രയാ വെള്ളം അതെ ഈ പാലവും പൈപ്പും തേച്ച് വിട്ടിട്ട് വയനാട്ടിലെ അവസ്ഥ നമുക്കെല്ലാം എത്തും ഇങ്ങനെയാണ് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോക്ക് പിറ്റേന്ന് രാവിലേക്ക് മല പൊട്ടാനില്ല ഇരുൾ പൊട്ടാനില്ല കുഞ്ഞും ചെരുവില്ല പക്ഷെ വെള്ളപ്പൊക്കം വരുമ്പോ വരുന്നല്ലോ വെള്ളം പിന്നെ ഇത് പൊട്ടിയ ഇരുൾപൊട്ടലിന്റെ വെള്ളം ഇങ്ങോട്ടേക്ക് വരുന്നു അതൊന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയല്ലേ ഇത് ഇങ്ങനെയാകുമ്പോ ആളെങ്ങനെ ജീവിക്കുക കൃഷി എന്തെങ്കിലും ഉണ്ടാവുക ബാക്കി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിലേ നമുക്ക് ഇങ്ങോട്ട് എത്തൂലൂ അയ്യായാലും ഗോതമ്പായാലും എന്ത് സാധനമായാലും ഗോതമ്പെല്ലാം കണ്ടിട്ട് കാലം മറന്നു ആട്ടപ്പൊടി കിട്ടും ഗോതമ്പ് കിട്ടൂല നമ്മളെ വീട് വീണിട്ട് അയ്യോ അത് വീണിട്ട് എത്ര ദിവസമായി അയാളില്ലേ ഉണ്ട് ഒരാടെ വെക്കുന്നുണ്ട് പക്ഷെ അടുക്കള ഭാഗത്തേക്ക് പിന്നെ അടുക്കളയാണ് വീണിട്ടുള്ളത് കട്ട വെക്കലൊന്നുമില്ല ഇല്ല ഓറ് വെക്കലൊന്നുമില്ല ഓരെല്ലാം ഹോട്ടലിൽ നിന്നില്ല വെക്കലൊന്നുമില്ല പക്ഷെ സെൻട്രലിലേക്കൊന്നും പേടിക്കണ്ട ഇങ്ങോട്ട് വീണിട്ടാ ഉള്ളത് അടുക്കളന്റെ ഭാഗം അല്ലേ ബാത്റൂമിലെല്ലാം പോവാൻ പറ്റുമാന്ന് എങ്ങനെയാമ്മ പോന്നു പേടിച്ചോണ്ട് പോണപ്പോ തലക്കോടെല്ലാം വീണിട്ടുണ്ടെങ്കിൽ അതല്ലേ പറയുന്നത് ഞാൻ നേരെ പറഞ്ഞു ശ്രദ്ധിക്കണം തങ്കോടി ആ മരെല്ലാം നാണെ മുറിച്ചിട്ട് മരം മുറിച്ചിട്ട് മാവല്ലേ പോയി അല്ല ചാരേച്ചി ഞാൻ അന്നേരം ആ മരം മുറിച്ചിട്ടില്ലെങ്കിലോ ഈ 3 തൈ ഞാൻ മുറിച്ചിട്ടില്ല എന്റെ വീട്ടിന് മുകളിൽ കണക്കല്ലേ 3 തൈ ഇവിടുത്തെ മഞ്ചാടി അതെല്ലാം മുറിച്ചിട്ടില്ലെങ്കിൽ വീട്ടിന് മുകളിൽ കണക്കാണ് പിന്നെ ഒന്നും നോക്കാനില്ലേ അല്ലെ പിന്നെ ആരെങ്കിലും പറയില്ല ആവശ്യത്തിന് വേണ്ടി നമുക്ക് കൊടുക്കുക കിട്ടുന്ന ആവശ്യത്തിന് അത് ഈരാൻ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പലേന്റെ ആവശ്യം ഉണ്ടായിട്ട് പല തേച്ച് നഞ്ഞു പോയിരിക്കും അത്ര അതെ പൈസ വേണ്ട പണിക്ക് വന്നിട്ടെങ്കിലേ പൈസ ഉള്ളൂ പൈസ ഉണ്ടെങ്കിൽ അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ അതിന് നല്ല പൈസ വേണോ കയ്യോടെയാണ് കയ്യോടെ എന്ന് പറയുന്ന കാര്യം ഇതൊരിക്കൽ വണ്ടിയിൽ എത്തിക്കൊണ്ടി കഴിഞ്ഞാൽ നമുക്ക് ആള് വേണ്ടേ നമുക്ക് കഴിയുന്ന കാര്യ 2-3 ആളിലാണെങ്കിൽ കയറ്റാൻ കഴിയില്ല വണ്ണുള്ള മരല്ലേ അതെ മുറിക്കാനുള്ളത് അത് കാഞ്ഞറാന്ന് നേരണീച്ച് അനക്ക് അടങ്ങാറുള്ളത് വീട്ടിന് അടങ്ങാറുള്ള പൊന്നു കഴിക്കുന്ന മരായാലും പൊരക്ക് ഞാൻ മുറിക്കണം വീട്ടിന് അടങ്ങാറുള്ളത് ഇപ്പം ചായത്തിനനുസരിച്ചിട്ടുള്ള മരം പൊട്ടി വീണ് കേട്ടാ അല്ല ചായത്തിനനുസരിച്ചൊന്നുമല്ല എന്നാലും ഇങ്ങോട്ട് എത്തൂല പിടി വരുന്ന നമുക്ക് ഒരു ഇത്രയും മഴ പെയ്തിട്ട് നമുക്കൊരു ആശ്വാസം ഇടിയില്ലാത്തതാണ് ആ ഇടിയും കൂടി ഉണ്ടെങ്കിൽ നമ്മളെന്താ ഇടി പൊട്ടിയില്ല രാത്രി പൊട്ടിയൊന്നും ഞാൻ അറിയില്ല അതിങ്ങനെ ചോദിക്കേ വേണ്ട എന്നോട് രാത്രി പൊട്ടിയ ഒരു കാര്യം ഞാൻ അറിയില്ല ഇത് കുമലിടിയാണ് പേടിക്കാനൊന്നുമില്ല ചെറുങ്ങനെയൊന്നുമില്ല എന്ത് പേടിക്കാനില്ല ആരാ ഇടിക്ക് പേടിക്കാത്ത ആള് അല്ല ആ ഇടിക്ക് അങ്ങനെ പേടിയില്ല ആ ഇടിക്കാണ് കുമല് കൊണ്ടുപോകുക ഇടിക്ക് പേടിക്കാനില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കുമല് ഇനി ഇത് കുമലിന്റെ മാത്രമുള്ള ഇടിയാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇടിക്ക് അവിടെ പോയി പുറത്ത് നിൽക്കൊന്നും വേണ്ട ഇടിയെല്ലാം വരുമ്പോ ജനലും വാതിലും എല്ലാം അടിച്ചോളുക ആ ഞാൻ പോട്ടെ മഴയില്ല
അല്ല കുറച്ച് നല്ലോണം ചോരട്ട് എന്നിട്ട് പോവാം. കുറച്ച് അതന്നെ ഇരിക്കല്ലേ വേണ്ട, ഒന്നും പണിയൊന്നും എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. പൊട്ടുമ്പോ എന്നാ വേണ്ട വെച്ചാല് വാതിൽ അടിച്ച് ഞാനെന്താ ചെയ്യാന്നറിയാം. അത് കേട്ട് നിങ്ങൾ തിരിച്ചു ചാവും. പിന്നെ ഇടി പൊട്ടുമ്പോ ഞാനെന്താ ചെയ്യാന്ന് വെച്ചാല് വാതിൽ അടിച്ച് എന്റെ റൂമിലാടെ പോയി കട്ടുമ്പിലാടെ കിടന്നിട്ട് ചെരുപ്പിടണം. എപ്പോ ആത്തുന്നായാലും ചെരുപ്പിടണം കാക്കും ഇടി പൊട്ടുമ്പോ. പിന്നെ വാതിലും അടച്ച് എന്റെ റൂമിലാടെ പോയി കിടന്നിട്ട് പിന്നെ പുതച്ചിട്ട് രണ്ട് ചെവി ഇങ്ങനെ പൊത്തു. ഇങ്ങനെ പൊത്തിട്ട് എന്നാ ഇടി ഞാൻ കേൾക്കൂലല്ല, അത് ആടുന്ന് പൊട്ടിക്കോട്ട്. പക്ഷെ ഇടിക്ക് പിന്നെ ചെവി അങ്ങനെ മൂടി പൊക്കും മല കിടന്നാ മതി. ഞാൻ പൊത്തുയ്യ, എന്റെ ചെവിയെല്ലാം പൊത്തു, ജനലിലാടിയെല്ലാം പൊത്തി വെച്ച് ചെവി രണ്ട് ചെവി പൊത്തു കിടക്കും. പിന്നെ ഇടി പൊട്ടും ഏറ്റവും സുഖം കിടക്കാം. അത് കേൾക്കുമ്പോ അത് ഭയങ്കര വിഷമോ. ജനലിന്റെയും കേൾക്കുമ്പോ വിഷമം തന്നെയാണ്. പുറത്തൊന്നും നിൽക്കരുത്. അതെ, ജനലെല്ലാം അടക്കുക. എന്നിട്ട് അങ്ങനെ വേണം ഇടിയായാൽ നിക്കണ്ടിക്കല്. ഞാൻ കട്ടൻ ചായ വെക്കട്ട് കുടിച്ചിട്ട് പോവാ. അല്ല ഏതായാലും വെക്കട്ട്, ഞാൻ വെക്കുന്നുണ്ട്, കുടിച്ചിട്ട് പോവാ. ഞാൻ വെക്കട്ട് കുടിച്ചിട്ട് പോവാ. അങ്ങനെ നമ്മള് കട്ടൻ ചായ കുടിച്ചു. ആയിക്കോട്ടെ, നാലാണീച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പോട്ടു. ഇഷ്ടപ്പെട്ടാല് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.